ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോകുന്നൊരു വീഡിയോ ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ പട്ടായയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ പട്ടായയുടെ ബോർഡർ എത്തിയിട്ടുണ്ട്. അപ്പോൾ പട്ടായയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പട്ടായയിലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങും. വണ്ടി അവിടെ ഒതുക്കും. പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ 3 മണിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന തരത്തിൽ പട്ടായയിലെത്തിയിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അപ്പോൾ ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്ത് കയറാനായിട്ട് 200 ബാത്താണ് ഒരാൾക്ക്. പിന്നെ അതിനകത്ത് കയറിയാൽ നമ്മൾ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ, ബോട്ടിൽ കയറി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പിന്നെ അഡീഷണൽ 150 ബാത്താണെന്ന് തോന്നുന്നു കൊടുക്കണം. അപ്പോൾ നമ്മൾ പട്ടായ എത്തിയിട്ടുണ്ട്. ലഞ്ച് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. വണ്ടി ഉടനെ തന്നെ ലഞ്ച് കഴിക്കുന്ന ഏരിയയിലേക്ക് ഒതുക്കും. അപ്പോൾ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് ലഞ്ച് കഴിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. ഞാനിപ്പോൾ വിശ്വവിഖ്യാതമായ ലോകത്തെ എല്ലാ ടൂറിസ്റ്റുകളും വരാൻ ആഗ്രഹിക്കുന്ന പട്ടായയിലാണ് നിൽക്കുന്നത്. പട്ടായയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്, തായ്ലൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അപ്പോൾ അത് ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നിട്ടുണ്ട്. 200 ബാത്താണ് ടിക്കറ്റ് റേറ്റ്. നമ്മൾ അകത്ത് കടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേജ് കാണാം. ഇവിടെ എല്ലാ വൈകുന്നേരങ്ങളിലും എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ യുവതികളും ഈ സ്റ്റേജിൽ പല ഷോകളും കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. പിന്നെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു പുഴയ്ക്കകത്താണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനും തടിയിലൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ ഇരുന്ന് കാണാം. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ചുറ്റി നടന്ന് കാണാനുള്ള സമയം ഉണ്ടാവില്ല. ചുറ്റി നടന്ന് കാണണമെങ്കിൽ തന്നെ ഒരു 3-4 മണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കാണാതെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഈ മാർക്കറ്റിനകത്ത് ഒരുപാട് സവിശേഷതയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഡ്രസ്സുകൾ, അതുപോലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള ഡ്രസ്സുകൾ, പിന്നെ ഹാറ്റ്, അതുപോലെ കൊട, അതുപോലെ സൗന്ദര്യവർദ്ധക സാധനങ്ങൾ എല്ലാം എന്ത് വേണമെങ്കിലും കിട്ടും. അപ്പം പിന്നെ അതിലുപരി ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനാണ്. ഭയങ്കര വെറൈറ്റി ഫുഡുകളാണ്. നമുക്ക് എന്ത് വേണേലും പർച്ചേസ് ചെയ്യാം. നല്ല ജ്യൂസുകളുണ്ട്. അതുപോലെ തന്നെ കാറിൻ്റെ കീ ചെയിൻ, പിന്നെ സവിശേഷമായ കുടകളാണ് ഈ കാണുന്നത്. നല്ല രസമുള്ള കുടകളാണ്. അതുപോലെ ചെറിയ നമുക്ക് ഓർണമെൻ്റലായിട്ട് കൊണ്ടു നടക്കാനുള്ള പേഴ്സുകൾ, കാറിൻ്റെ കീ ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ ഇവിടുത്തെ ജ്യൂസ്, പനന്നൊങ്ങിലെ ഒരു ജ്യൂസുണ്ട്, അത് ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഒരു സ്നാക്സ് അവർ ചെയ്തു തരും. പഴം പൊരിച്ച് മുട്ടയും മൈദയായിട്ട് മിക്സ് ചെയ്ത് പഴം പൊരിച്ച് മുട്ട പൊരിച്ചെടുക്കും പോലെ എടുത്തു തരും. നല്ല ടേസ്റ്റിയാണ്, മധുരമാണ് അതിനുള്ളത്. പിന്നെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പുറത്ത് തന്നെ ഈ പുഴ ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ നീളത്തിൽ മാർക്കറ്റിൻ്റെ പുഴയുടെ ഇരുവശത്തും ചെറിയ ബോട്ടുകളിൽ സാധനങ്ങൾ വെച്ചിട്ട് വിൽക്കാനിരിപ്പുണ്ട്. അത് നമുക്ക് ഈ പുഴയിൽ കൂടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വേറൊരു ബോട്ടിൽ പോയി ഇതെല്ലാം വാങ്ങുകയും കഴിക്കുകയും ചെയ്യാം. ഒരുപാട് സാധനങ്ങളുണ്ട്, കഴിക്കുകയും ചെയ്യാം. നല്ല ഒരു വൈബാണ് ഇവിടെ.
എന്തായാലും ഇവിടുത്തെ ജ്യൂസൊക്കെ ഒന്നിനൊന്ന് അടിപൊളിയാണ്. ജ്യൂസൊക്കെ നടന്ന് നമ്മൾ മേടിച്ച് ടേസ്റ്റ് ചെയ്താൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തായ്ലൻഡിലാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു പഴമാണ് ദുരിയാൻ പഴം എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ ചക്ക പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് കൂർത്ത മുള്ളുകളാണ്. ചക്കയുടെ ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. അതിങ്ങനെ ഇവർ ചുളകളായിട്ട് അടർത്തിയെടുത്ത് പോളിത്തീൻ കവറിൽ വെച്ച് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ തന്നെ കുറേ മാമ്പഴങ്ങളുണ്ട്. പിന്നെ ഈ കാണുന്ന ദുരിയാൻ്റെ ചക്കകൾ കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ മാംസമായാലും ചിക്കനും മീനും ഒക്കെ പൊരിച്ചതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റും. മാർക്കറ്റിൽ ബോട്ടുകളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഫ്രൂട്ട്സുകൾ. പിന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് വേറൊരു ബോട്ടിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇവരുടെ നിന്ന് വാങ്ങിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യാം. നല്ലൊരു അനുഭവമാണ്, നല്ലൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇതിലൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ പോയി സൈഡിൽ ഇങ്ങനെ ഒരുപാട് മാർക്കറ്റുകൾ, ഒരുപാട് ബോട്ടുകളിൽ സാധനം വെച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങാം, പർച്ചേസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പുഴയിൽ കൂടി അല്ലാതെ തന്നെ, പുഴയിൽ കൂടി പോകാൻ ഇഷ്ടമില്ലാത്തവർക്ക് കരയിൽ കൂടി പോകാം. ആ വഴിയാണിത്. അപ്പോൾ ഇതിലേ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങേയറ്റം വരെ പോയിട്ട് തിരിച്ച് അപ്പുറത്തെ വഴി കൂടെ ഇതേപോലെ തന്നെ ഒരു വഴി അപ്പുറത്തുണ്ട്. അതിൽ നിന്ന് തിരിച്ച് നമുക്ക് വന്ന സ്ഥലത്തേക്ക് തന്നെ, നിന്ന സ്ഥലത്തേക്ക് തന്നെ വരാം. പിന്നെ ഈ കാണുന്നത് ഒരു ആർട്ട് ഗ്യാലറിയാണ്. അവിടെ ബുദ്ധൻ്റെയും ഒക്കെ പടങ്ങൾ ലൈവായിട്ട് വരച്ചിട്ട് അവർ അവിടെ മ്യൂസിക് ഒക്കെ പാടുന്നുണ്ട്. അതൊക്കെ നമുക്കിരുന്ന് ആസ്വദിക്കാം. പടം വരച്ചുകൊണ്ട് പാട്ട് പാടുന്നുണ്ട് അവർ. ഇതൊക്കെ നമുക്ക് വാങ്ങുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യാം. ബുദ്ധൻ, ആന, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അൽക്കാസറിലാണ്. അൽക്കാസറിലെ കാർബററ്റ് ഷോ കാണാനാണ് പോകുന്നത്. വേൾഡ് ഫേമസ് ആണ് ഈ കാർബററ്റ് ഷോ. ഇത് ചെയ്യുന്നത് ട്രാൻസ്ജെൻഡേഴ്സാണ്. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ഇത്രയും അംഗലാവണ്യമുള്ള ഇവരൊക്കെ ട്രാൻസ്ജെൻഡേഴ്സാണെന്നുള്ളത്. അത്രയ്ക്ക് മനോഹരികളാണ് ഇവരെല്ലാം. ഇവരുടെ അംഗലാവണ്യം പറഞ്ഞ് വർണ്ണിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സൗന്ദര്യവും, അതുപോലെ തന്നെ നല്ല ഹൈറ്റുള്ള, നല്ല സ്ലിം ബ്യൂട്ടികളായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സാണ്. 500-ലേറെ ട്രാൻസ്ജെൻഡേഴ്സ് ഈ കലാപരിപാടികളോട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഷോയുടെ ടിക്കറ്റിന് 450 ബാത്ത് മുതൽ 900 ബാത്ത് വരെയാണ് ടിക്കറ്റ് ചാർജ്. എല്ലാ ദിവസവും 3 ഷോയുണ്ട്. അപ്പോൾ ഈ പട്ടായയിൽ വരുന്നവർ ഇതൊന്നും ഒരിക്കലും മിസ് ചെയ്യില്ല. ഇതൊക്കെ കണ്ടിട്ടായിരിക്കും പോകുന്നത്. ഇതിന് സമാനമായിട്ട് തന്നെ പല ഷോകളും തായ്ലൻഡിൽ നടത്തുന്നുണ്ട്. ഇത് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ പല ഷോകളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി ഈ അൽക്കാസർ ഷോയ്ക്കാണ്. നമ്മളിപ്പം അതിലേക്ക് ഈ ഷോ കാണുന്നതിനായിട്ട് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോവുകയാണ്. 1 മണിക്കൂർ ഷോയാണ്. എന്തായാലും ഒരു 10-20 ഡാൻസ് ഐറ്റങ്ങൾ ഇവരിവിടെ അവതരിപ്പിക്കും. വളരെ ചടുലമായ ഭാവങ്ങളോടുകൂടിയാണ് ഇവരുടെ ഡാൻസ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ I wanna
Surrounded by sharp European eyes, dancing in the fever. Forgetting all the words of advice, moving in that closer. What a life we had, what a life we led. When it's flying up. You see, so come with me in my show of make-believe. So fun and so free. Made of stars, made of smiles, clear blue skies and sea. Warm my sands, fill my hands, as a fresh carefree. Ooh, a diamond. ഇവരുടെ ഈ ഷോ വളരെ ലോകപ്രശസ്തമാണ്. അതുപോലെ തന്നെ തായ്ലൻഡിലെ ട്രാൻസ്ജെൻഡേഴ്സിന് വളരെ മാന്യമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ സാധാരണ ജനങ്ങളെ പോലെയുള്ള സ്ഥാനമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇന്നും ട്രാൻസ്ജെൻഡറുകൾക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകിയിട്ടില്ല. മോശമായ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അത് വെച്ചൊക്കെ നോക്കുമ്പോൾ എത്ര ഫോർവേഡാണ് ഇവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാഴ്ചകൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ മനോഹരമായ ഡാൻസ് കണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ബൈ.